അമേരിക്കയിലെ ഓർലാൻഡോയിൽ അവിടെ ജെയ്തൻ ഗിൽഡർ എന്ന ആള് ഒരു 8 കോടി അടുത്തു വരുന്ന ഡയമണ്ട് വിഴുങ്ങിയതായിട്ട് വാർത്ത വരുന്നു. ഇത് US ഓർലാൻഡോ എന്താണ് സംഭവിച്ചതാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഡയമണ്ട് വിൽപ്പനക്കാരനായ ടിഫാനി ആൻഡ് കമ്പനി. അവിടെ ഇയാൾ ചെന്നു. വലിയ പണക്കാർ ചെല്ലുന്ന സ്ഥലമാണ്. ജെയ്തൻ ഗിൽഡർ എന്ന 32 വയസ്സുകാരന് ആ ടിഫാനി കമ്പനിയിൽ ചെന്നു. അദ്ദേഹത്തിന് ഡയമണ്ട് പതിച്ച ചില ആഭരണങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് തപ്പി പിടിച്ചൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇത് മുഴുവൻ നോക്കുന്നതിനിടയ്ക്ക് 2 ജോഡി കമ്മല് അദ്ദേഹം അവരറിയാതെ എടുത്തങ്ങ് വിഴുങ്ങി. ആദ്യം ഒരെണ്ണം വിഴുങ്ങി, പിന്നാലെ അടുത്ത ജോഡിയും വിഴുങ്ങി. ഏതായാലും CCTV ദൃശ്യത്തിൽ കൂടെ അവരിത് കണ്ടു. പോലീസിനെ വിളിച്ചു. ഇയാളൊരു നല്ല കസ്റ്റമറാണെന്ന് അവർ വിചാരിച്ചത്. ഓർലാൻഡോ മാജിക് എന്ന ബാസ്കറ്റ് ബോൾ, അവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഐറ്റം ബാസ്കറ്റ് ബോൾ ആണെന്ന് നമുക്കറിയാം. 6-7 അടി പൊക്കമുള്ളവർ തന്നെ അവരുടെ ആ കളികളെല്ലാം നമ്മൾ TV യിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ധാരാളം ക്ലബ്ബുകളുണ്ട് ബാസ്കറ്റ് ബോളിൽ. അതിലൊന്നാണ് ഓർലാൻഡോ മാജിക് ക്ലബ്ബ്. അതും വലിയൊരു അറിയപ്പെടുന്ന ക്ലബ്ബാണ്. ആ ക്ലബ്ബിലെ ഒരു കളിക്കാരനാണ് ഇയാൾ എന്ന് പറഞ്ഞാണ് അവിടെ വന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ വലിയൊരു ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ കൊടുത്തു. ധാരാളം ഡയമണ്ട്, കാരണം പണമുള്ള ആളാണ് വന്നിരിക്കുന്നത്. അത് ഓർലാൻഡോയിലെ അയാൾ ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. കോടീശ്വരന്മാരാണ് അവിടുത്തെ ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ് എല്ലാം. അതുകൊണ്ട് ആ ജ്വല്ലറി ഷോപ്പിൽ വന്നപ്പം സ്വന്തമായി പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ റെസ്പെക്റ്റ് തോന്നി. ഏതായാലും അവിടെ ചെലവഴിച്ച സമയത്തിനിടയ്ക്ക് 2 ഡയമണ്ട് പതിച്ച 2 ജോഡി കമ്മൽ അയാൾ വിഴുങ്ങി എന്ന് മനസ്സിലായി. ഏതായാലും പോലീസിനെ വിളിച്ചു. പോലീസ് ഒന്ന് പരിശോധിച്ചു. ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് കാരണം എക്സ്റേ പരിശോധനയിൽ അയാളുടെ വയറ്റിനുള്ളിൽ 2 ജോഡി കമ്മൽ കിടക്കുന്നത് കണ്ടു. ഇതോടുകൂടി പോലീസ് വെട്ടിലായി അവിടെ. കാരണം തൊണ്ടി മുതലില്ല. നമുക്കറിയാമല്ലോ, ഇവിടെ തൊണ്ടി മുതലും ദുഃസാക്ഷി എന്നൊരു സിനിമയുണ്ടല്ലോ ഫഹദ് ഫാസിലിൻ്റെ. ഇതുപോലെ ഒരു മാല വിഴുങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കഥ. അതൊക്കെ നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം ഫോർട്ടിലിരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ സാധാരണഗതിയിലെ പോക്കറ്റടിക്കാർ അവർ അടിച്ചെടുക്കുന്ന പണം, ക്യാഷ്, അത് ചുരുട്ടി സിഗരറ്റ് പോലെ ചുരുട്ടിക്കളയും. എന്നിട്ട് അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ എണ്ണ ചേർത്തിട്ട്, കയ്യിൽ പറ്റിയ എണ്ണ ചേർത്തിട്ട് അവർ അവിടെ തിരികെ വെക്കും. അങ്ങനെ സന്ദർഭത്തിൽ പോലീസ് അയാളെ സെർച്ച് ചെയ്യുന്ന ബോഡിയിലൊന്നും കിട്ടത്തില്ല. പണം എവിടെ പോയി ഡിസപ്പിയർ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് എൻ്റെ കൂടെ ചെട്ടിയാരെന്ന് പറഞ്ഞൊരു പോലീസുകാരൻ, നെയ്യാറ്റിൻകരക്കാരനാണ്, വലിയ അഭ്യാസിയാണ്, 55 വയസ്സുണ്ട്. അപ്പോൾ ഈ സൈസ് ഒത്തിരി സന്ദർഭങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, സാറൊന്നും വിഷമിക്കേണ്ട, ഇവൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് അവൻ്റെ കയ്യിൽ ഇല്ലല്ലോ, നമ്മൾ ദേഹം മുഴുവൻ പരിശോധിച്ചില്ലേ, അതൊക്കെ ഇദ്ദേഹം നോക്കിക്കൊള്ളുന്ന. ഇവൻ്റെ ഷർട്ടൊക്കെ അഴിപ്പിച്ച് കുനിഞ്ഞു നിൽക്കടാന്ന് പറഞ്ഞു. അവൻ്റെ നടുവ് നോക്കി ഒരു ഇടി കൊടുക്കുന്ന ഞാൻ കണ്ടു. താഴേന്ന് ആ നോട്ട് അതേപടി താഴെ വീണു. ആ സാധനം ഇങ്ങനെ പുറത്തോട്ട് വന്നു. അപ്പോൾ എനിക്കിതൊക്കെയാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ ഓർലാൻഡോയിലുണ്ടായ സന്ദർഭത്തിൽ പോലീസ് അതിനകത്ത് വിഴുങ്ങിയ ആ 2 ജോഡി കമ്മലും അതിൻ്റെ ആ കമ്മലിന് അവരുടെ ജുവലറി തന്നെയുള്ള കമ്പനിക്കാരുടെ വക നമ്പറുണ്ട്. ആ സീരിയൽ നമ്പർ അവർ നോക്കി, അത് കറക്റ്റാണ്, ഇത് വേറെ തൊണ്ടി മുതലല്ല. ഈ ഡയമണ്ട് ജുവലറിയും തന്നെ പോയ അതേ സീരിയൽ നമ്പറുള്ള 2 ജോഡി കമ്മലും കണ്ടു. അതിന് ഏകദേശം $7,69,000 അത്ര ഡോളർ വിലയുണ്ട്. പക്ഷേ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ കാരറ്റ് 4.86 അത് അവർ പറയുന്നത് 1,30,00,000 അതിന് വിലയുണ്ട്. 8.10 കാരറ്റുള്ള ഒരു ജോഡി കമ്മലുണ്ട്, അത് 5.3 കോടി രൂപയാണ്. അപ്പം മൊത്തം അത് തന്നെ കോടിക്കണക്കിന് പറഞ്ഞാൽ 6 കോടി ചില്ലുവാനും 7 കോടിക്ക് അടുത്ത്. അതായത് അവരുടെ ഡോളർ കണക്കനുസരിച്ച് $7,69,000 വിലയുള്ള 2 ജോഡി കമ്മലാണ്. അതിൽ ഫെബ്രുവരി മാസം 2025 ആ ദിവസമാണ് ഇയാൾ വിഴുങ്ങിയിരിക്കുന്നത്. ഏതായാലും പോലീസ് വിഷമത്തിലായി. ഹോസ്പിറ്റലിൽ പോയി എല്ലാം നോക്കിയപ്പം സാധനം അകത്തുണ്ട്, വയറ്റിനകത്താണ്. ഈ സാധനം പുറത്തു വരണം. ഏതായാലും സമയ ദിവസം ഒന്നും പുറത്തു വന്നില്ല. മാർച്ച് 12-ാം തീയതിയാണ് അത് പുറത്തു വന്നത്. അതോടുകൂടി ഏകദേശം 14 ദിവസം ഈ 2 ജോഡി കമ്മലും വയറ്റിനകത്ത് കിടന്നു. അതുകൊണ്ട് വയറ്റിനകത്ത് ഇതുപോലെ മോഷ്ടിക്കുന്ന ആളായിട്ട് ഏതെങ്കിലും
എക്സസൈസ് സ്വാമിമാരൊക്കെ ചെയ്യുന്ന പോലെ അബ്ഡോമൻ എക്സസൈസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. സാധനം ദഹിച്ചില്ല, ദഹിക്കത്തില്ലല്ലോ, കാരണം കാരറ്റ് കൂടുതലാണ്. പക്ഷേ വെളിയിലോട്ട് വന്നില്ല. അവിടെയാണ് പ്രശ്നം വന്നത് പോലീസിന്. സാധാരണ 2-3 ദിവസം കൊണ്ട് സാധനം വെളിയിൽ വരും. ഇവിടെ അവർ ഏകദേശം 14 ദിവസം വെയിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. അതിനുശേഷമാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും തൊണ്ടി സാധനം കണ്ടെടുത്തു എന്നുള്ളതാണ് ഒരു വസ്തുത. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 12 ഏകദേശം 14-15 ദിവസത്തോളം അത് ഉള്ളിൽ കിടന്നിട്ട് വെളിയിലോട്ട് വന്നില്ല. എന്തായാലും ആ ദിവസം ആഹാരം കൊടുക്കാതിരുന്നിട്ടാണോ എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല. നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സിറ്റിയിലെ പല സന്ദർഭത്തിൽ ഇതുപോലെ ഉള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പം അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഒരിക്കലും ഒരു മാല വിഴുങ്ങി, ചെറിയൊരു മാല വിഴുങ്ങി അയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നിർത്തി 3-4 ദിവസം എടുത്തു. അയാളെ ക്ലോസറ്റിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റിൽ, അന്ന് ഇന്ത്യൻ ക്ലോസറ്റാണ്, അവിടെ ബാത്റൂമിൽ കൊണ്ടുപോവില്ല. അയാളെ ഓപ്പൺ എയറായിട്ട് ആ പത്മനാഭസ്വാക്ഷത്തിൻ്റെ പരിസരത്തുള്ള ആ KSRTC ബസ്സിൻ്റെ അവിടെ ഓപ്പൺ എയറിലാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. 3-4 പോലീസുകാർ ചുറ്റും നിൽക്കും. ഓപ്പൺ എയർ കാര്യങ്ങൾ സാധിക്കും. എന്നിട്ട് അവർ ആ മലം പരിശോധിച്ച് അതിനകത്തുണ്ടോ എന്ന് നോക്കും. 3-4 ദിവസം പാവങ്ങൾ നോക്കി സാധനം കണ്ടെടുത്തു എന്നുള്ളതാണ്. തൊണ്ടി അങ്ങനെ കിട്ടി വയറ്റിനകത്തുനിന്ന്. അതുകൊണ്ടാണ് പഴുതുവാസിലും അതുപോലെ തന്നെ ഒരു സംഭവമാണ് ആ സിനിമയിലായിട്ട് നറേറ്റ് ചെയ്തു വരുന്നത്. എന്തായാലും 6-7 കോടി രൂപയുടെ വിലയുള്ള കമ്മല്, 2 ജോഡി കമ്മല് വിഴുങ്ങിയ ആളെ, അയാൾ ബാസ്കറ്റ്ബോൾ പ്ലെയറാന്ന് പറഞ്ഞ ഓർലാൻഡോ മാജിക് ക്ലബിലെ അംഗത്തിനെ ഏതായാലും അറസ്റ്റ് ചെയ്ത് തൊണ്ടി സാധനം കസ്റ്റഡിയിലെടുത്ത് അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു.